1 തിമോത്തി 6:15 വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് ഞാൻ അയക്കാൻ പോകുന്നത്. ഇത്രയും നാളും സങ്കീർത്തനം 68 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അത് കഴിയുമ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. അത് ഒരു പ്രോസസ്സാണിത്. നമ്മൾ ചെറിയ ഒരു വാതിലിൽ കൂടെ കയറിക്കഴിഞ്ഞിട്ട്, ജീവവഴിയിൽ കയറിക്കഴിഞ്ഞിട്ട് അവസാനം എൻഡ് ചെയ്യുന്നത് പിതാവാം ദൈവത്തിൻ്റെ മുൻപിലേക്കാണ്. അപ്പച്ചന് മനസ്സലിവ് തോന്നി നമ്മുടെ മേലെ തൻ്റെ പ്രകാശം അയക്കാൻ സമയമായി. അതുകൊണ്ട് ഈ വാക്യം വളരെ നല്ലതാണ്. 1 തിമോത്തി 6:15 ഇങ്ങനെയാണ് വായിക്കുന്നത്: ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, who is the blessed, the only Savior, the King of Kings, the Lord of Lords, the one who alone is immortality, who dwells in inapproachable light, whom no one has ever seen or can see. To him be honor and eternal dominion. Amen. അതായത് എന്തൊരു വലിയ സമ്പത്തിൻ്റെ ഒരു വചനമാണ് നമ്മുടെ മുമ്പിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കർത്താവിനെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ഹീസ് എ ബ്ലെസ്സഡ് കിങ്. അതായത് ഏകാധിപതി എന്ന് പറഞ്ഞാൽ ധന്യനായ ഏകാധിപതി, ദ ബ്ലെസ്സഡ് കിങ്. അതിന് ഏകാധിപതി എന്ന് വെച്ചാൽ സ്വേച്ഛാധിപതി, ഞാൻ പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷേ ദുഷ്ടനാണെങ്കിൽ അത് തീർന്നില്ലേ. ദ ബ്ലെസ്സഡ്, നമുക്ക് അനുഗ്രഹം വരുത്തുന്ന ഒരു ഏകാധിപതി. അവൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും. യഹൂദയുടെ സിംഹം ഗർജിച്ചാൽ അത് സംഭവിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, ശത്രുക്കൾ ചിതറി എന്ന് പറഞ്ഞത് അവൻ്റെ നാവ് കൊണ്ടാണ്, അല്ലെ അവൻ്റെ ആത്മാവിലാണ് വിളിച്ചു പറഞ്ഞത്, അത് നടന്നിരിക്കുന്നു. അവൻ ഏകാധിപതി. അവന് ഉപരിയായിട്ട് നമ്മൾ ദിവസത്തിൽ വായിച്ചിട്ടുണ്ട്, ദൈവത്തിന് തന്നെക്കാട്ടിലും മുകളിൽ ഒരാളെ വെച്ചിട്ട് ആണയിടാൻ സാധിക്കാത്തതിനാൽ അവൻ അവൻ്റെ നാമം തന്നെ വെച്ച് ആണയിടുന്നു. അപ്പോൾ അത്ര ഈ മഹാശക്തനായ ദൈവം ധന്യനാണ്, ബ്ലെസ്സഡാണ്. ദുഷ്ടനല്ല, നല്ലവനാണ്. ദൈവം നല്ലവനല്ലോ. അതാണ് നമ്മൾ ആദ്യം അവനെ സ്തുതിക്കുക. അവന് നന്മയുടെ ഒരു പൂർത്തീകരണം, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം എന്നെ മറന്നുപോയി. എങ്ങനെ മറക്കുമെന്ന്? നമ്മുടെ കയ്യിലെ വരകൾ കർത്താവ് മറന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇത് മാറത്തില്ല. ഈ വരകളൊന്നും മാറൂല. ചെറിയ വരവല്ല, ഈ വരകൾ എന്നേക്കും ഉണ്ട്. ആ വരകൾ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ വരച്ചു വച്ചിരിക്കുക. അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്നവനാണ്. അവൻ്റെ അടുക്കൽ നിന്ന് മാറാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ മാറിപ്പോയിട്ട് അയ്യോ ദൈവം എന്നെ മറന്നോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിനല്ല കുറ്റം പറ്റിയത്, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ അടുക്കാൻ വേണ്ടി ഈ മഹത്വം എന്ത് ശക്തിയെക്കുറിച്ച്, ദൈവാദി ദൈവവും രാജാധിരാജാവും, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. ദൈവത്തെ ഉപരിയായിട്ട് വേറൊരു ശക്തി ഇല്ല എൻ്റെ തലയ്ക്ക് ബോധം ആദ്യം വരണം. ഞാൻ സൗദിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ ഡോക്ടറേറ്റൊക്കെ എടുത്തൊരു സ്ത്രീ. അവർ ഈ വേദപുസ്തകം അവരുടെ തലയ്ക്ക് വെച്ച് പറയും, ഈ വേദപുസ്തകം എൻ്റെ ദൈവത്തിൻ്റെ വചനം, ഇതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇതിനുപരിയായിട്ടൊന്നുമില്ല എന്നവർ പറയും. ഇന്ന് എൻ്റെ മനസ്സിലത് നിൽക്കുകയാണ്. ഓരോരുത്തർ പറയുന്നു, വേദപുസ്തകം എൻ്റെ തലയ്ക്ക് വെച്ച് ഇതിൽ പറയുന്നതാണ് എൻ്റെ ആധാരം, ഇതെൻ്റെ ആധാരമാണ്, ഇതെൻ്റെ ഉപനിധിയാണ് എന്ന് പറയാനുള്ള കഴിവാണ്. അതുകൊണ്ട് ധന്യനായ ഏകാധിപതി, അവന് ഉപരിയായിട്ട് ഒരു രാജാവില്ല. അവൻ വിശുദ്ധനാണ്, ബ്ലെസ്സഡാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്, ദുഷ്ടനായ രാജാവല്ല. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും എന്ന് പറയുമ്പം അവൻ ഏറ്റവും ഉന്നത പദവി അല്ലേ വെച്ചിരിക്കുന്നത്. വേദപുസ്തകം ആത്മാവിൽ എത്രയോ 1 തിമോത്തിയിൽ ഈ പൗലോസ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് 3ാം സ്വർഗം കണ്ട് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഭാഗമാണിത്. രാജാധിരാജാവും കർത്താവും താൻ
മാത്രം അമർത്യതയുള്ളവനും മരണമില്ലാത്തവനാണ്. അവന് മരണമില്ല. അതുകൊണ്ടാണല്ലോ യേശു വരുന്നിട്ട് ഞാൻ നിത്യജീവനെ തരാൻ നിങ്ങൾക്ക് വേണ്ടി. എന്തിന്? നമുക്ക് നല്ലവരായിട്ടൊന്നുമല്ല, പാപികളായിരുന്നു നമ്മുടെ പാപത്തിന് റിഡീം ചെയ്യാൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ തൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ട് എന്നെ വില കൊടുത്ത് വാങ്ങിച്ചെന്നേ. ഇതിപ്പോൾ കണ്ണുകൊണ്ട് കാണേണ്ടത് അവൻ്റെ രക്തം, ജീവനുള്ള രക്തം എനിക്ക് മറുവിലയായിട്ട് സംസാരിക്കുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ശക്തിയോടെ സംസാരിക്കുന്ന വിശുദ്ധ ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് അവൻ അമർത്യനാകയാൽ ഞാനും അമർത്യനായി. എനിക്കും മരണമില്ല, എൻ്റെ ആത്മാവ് മരിക്കുന്നില്ല. ദ തിങ് ഈസ് ദാറ്റ് റൈറ്റ് നൗ എൻ്റെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. അത് മരിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഷുവറാണല്ലോ ദൈവത്തിലായി കഴിയുമ്പോൾ. അതല്ല, ദറ്റ് വൺസ് വി ആർ ഇൻ ക്രൈസ്റ്റ്, ആ ഇറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടല്ല അത് കിട്ടേണ്ടത്. ബിക്കോസ് യോഹന്നാൻ്റെ സുവിശേഷം 17:3 പറയുന്ന യേശു ക്രിസ്തു ഏകസത്യ ദൈവമാകുന്ന നിന്നെയും നീ അയച്ച പുത്രനെയും, അത് യേശുവാണ്, അറിയുക എന്നത് തന്നെ നിത്യജീവൻ. സോ ഇറ്റ് ഈസ് ദിസ് നോളജ് ഈസ് ഇറ്റേണിറ്റി. ഇത് മനസ്സിലായാൽ പിന്നെ നമ്മൾ ഈ ലോകത്തിൽ കിടന്നുകൊണ്ട് അലച്ച് പിടിച്ച് ബഹളം പെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് എനിക്കിപ്പോൾ എൻ്റെ പ്രാർത്ഥന, ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ പ്രാർത്ഥന ടു മോർ തിങ്സ് കിട്ടുക എന്നല്ല, ഈ ദൈവത്തിൻ്റെ സത്യം മക്കളിൽ, തലമുറകളിൽ ഇംപ്രിൻ്റ് ചെയ്ത് എഴുതി കൊടുക്കണം. അതാണ് എൻ്റെ ഒറ്റ പ്രാർത്ഥന ഇപ്പോൾ. അത് തന്നെ ഞാൻ നിങ്ങളോടും ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തും ദൈവം ആവശ്യം ചെയ്യും. കാരണം എൻ്റെ പിതാവ് ദൈവമാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, കർത്താവേ നീ എൻ്റെ അപ്പനാകയാൽ ഞാൻ നിൻ്റെ അടുക്ക് പറഞ്ഞ കാര്യം നടന്നു കേൾക്കുന്നു. ഇപ്പോൾ എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ രണ്ടാമത്തേത്. എൻ്റെ മൂത്ത ബ്രദർ ഒന്നും ചോദിക്കൂല. എന്തെങ്കിലും ചോദിക്കണേ പറയും, എന്നോട് പറഞ്ഞു നീ ചെന്ന് ചോദിക്കാൻ പറയും. എന്നെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കും, കാര്യം കേട്ടു. എൻ്റെ സ്വന്തം അപ്പൻ്റെ അടുക്കൽ എനിക്കൊരു പ്രിവിലേജ് ഉണ്ടായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചിട്ട് കിട്ടുമെങ്കിൽ എൻ്റെ ദൈവമാകുന്ന പിതാവ്, എൻ്റെ ദൈവമാണ് എൻ്റെ പിതാവ് എങ്കിൽ ഞാൻ പ്രാഗൽഭ്യത്തോടെ കടന്നു ചെന്നിട്ട് ഈ മരണമില്ലാത്ത സ്റ്റേജിലായിക്കഴിഞ്ഞപ്പോൾ ഞാനും പിതാവുമായിട്ടുള്ള ദൈവബന്ധം ഉറപ്പിച്ചത് ക്രിസ്തുവിൻ്റെ രക്തത്താലാകയാൽ എപ്പോൾ വേണേലും കയറി ചെല്ലാം. Because I smell the blood of Jesus over me. അതാണ് നമ്മുടെ ഈ രക്തം, റിഡംഷൻ. അതായത് പ്രായം ചെന്ന് മരിക്കാറായി കിടക്കുന്ന ഒരമ്മ, എൻ്റെ മകൻ വരാതെ ഞാൻ മരിക്കത്തില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അവർ പറയത്തില്ല, ബട്ട് സ്പിരിറ്റ് ഈസ് ടെല്ലിങ്, മരിക്കത്തില്ല. അവരുടെ മകൻ എവിടെയാണെന്നോ അവൻ്റെ വീട്ടിൽ തിരിച്ച് വന്ന്, ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും, ചിലപ്പോൾ വന്നു കഴിഞ്ഞ് 1-2 ദിവസം അവർ മരിക്കും കാണും. എന്താണ്? ബിക്കോസ് ദ സ്പിരിറ്റ് നോസ്. എന്താണ്, ആരെക്കുറിച്ചാണ് ഈ ചിന്തിക്കുന്നത്? കർത്താവ് പറയുകയാണ്, ജ്ഞാന്യനായ ഏകാധിപതി, രാജാതി രാജ, കർത്താതി കർത്ത, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. എന്താണ്? ആ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് അടുത്തുകൂടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത്, പിതാവിനെ ആരും കണ്ടിട്ടില്ല. ബിക്കോസ് ദ ബ്രൈറ്റ്നെസ് ഓൺ ഹിസ് ഫേസ് ഈസ് സോ പവർഫുൾ, യു കാനോട്ട് സീ ഹിം. സിമ്പിൾ എക്സാമ്പിൾ എടുക്കാമല്ലോ. ഇപ്പോഴത്തെ ഈ രാത്രിയിലുള്ള ഈ കാറിലുള്ള ഹീലിയം ലൈറ്റോ അങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ബ്ലൂ ലൈറ്റ് പോലെ ഇങ്ങോട്ട് വരും. നമ്മൾ കാർ ഓടിക്കുകയാണ്, അപ്പുറത്തുനിന്ന് ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിച്ചാൽ നമുക്ക് ഒരു സാധനം കാണത്തില്ല. ഈ പ്രകാശം വന്ന് നമ്മുടെ കണ്ണിങ്ങനെ മഞ്ചിക്ക് ഇങ്ങനെ നിർന്നിക്കും. അത് ഡേഞ്ചറസ് ആണ്. അപ്പോഴും നമ്മൾ പലപ്പോഴും സൈഡ് മാറി അവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. ഇത്ര സ്പീഡിൽ അവർ വരുന്നത്. ഈ ലോകത്തിൽ ഈ പ്രകാശത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പിതാവാം ദൈവം മനുഷ്യനെ കാണാൻ വയ്യാത്തതായ പ്രകാശത്തിൽ വസിക്കുന്നവൻ, അവൻ ഈ വെളിച്ചമാണ്. ആ വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് കയറാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ഈ വെളിച്ചത്തെ വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. ആ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഇരുളില്ല. പലപ്പോഴും നമ്മൾ നോക്കണം, ഈ കർത്താവ് ഇറങ്ങി വരുമ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം വരും. കർത്താവ് മുക്കിനും മൂലയ്ക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ മുറിയിലും കയറി നോക്കി എവിടെയൊക്കെ ഇരുട്ട്, ഇടയ്ക്കൊക്കെ ഒളിച്ചിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ മാനുഷിക സ്വഭാവം കാണിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അമർത്യതയുള്ളവനാണ്, മരണമില്ലാത്തവനാണ്, വെളിച്ചത്തിൽ വസിക്കുന്നവൻ, നമുക്ക് അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായാൽ. അതായത് യേശു പറയുന്നത് പിതാവിനെ ആരും കണ്ടിട്ടില്ല. കാരണം ഈ കണ്ണുകൾ കൊണ്ട്
ഈ വലിയ ശക്തനായ ദൈവത്തിൻ്റെ പ്രകാശം ഈ വലിയ പിതാവ് ഇങ്ങനെ എമിറ്റ് ചെയ്യാണ്, ശക്തമായ വെട്ടം. ആ വെട്ടത്തിനകത്ത് നിൽക്കുന്നവർ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, കണ്ടാൽ നമ്മുടെ കണ്ണ് അന്ധമായി പോകും. അതുകൊണ്ടാണ് മോശ ചോദിച്ചപ്പം ദൈവം പറഞ്ഞ്, എന്നെ കണ്ടിട്ട്, ദൈവത്തെ കണ്ടിട്ട് ആരും ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകും. ഈ മർത്യ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. പക്ഷേ ഹി സേസ് ഇൻ ദിസ് വേർഡ്, അവൻ പ്രത്യക്ഷപ്പെടും. എപ്പോഴേ? എൻ്റെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടുമെന്ന്. പിന്നെ വേണം. പക്ഷെ അവനാണ് ദൈവത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. വചനം, ഈ വചനത്തിനകത്തെ സമ്പത്ത് കണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങേപ്പുറത്തൊരു ഡയമണ്ടും കുറച്ച് ഡയമണ്ട്സ് ഇപ്പുറത്ത് ഈ ഒരു വചനം വെക്കുകയാണെങ്കിൽ വി ഷുഡ് ഓപ്റ്റ് ഫോർ ദിസ് വൺ വേഴ്സ്. ഈ ഒരു വചനം അനേക നിധികളെക്കാട്ടിലും വിലയേറിയ ഒരു വചനമാണ് ഇപ്പോൾ ഈ മുമ്പിൽ വന്നിരിക്കുന്നത്. അവൻ നമ്മുടെ മുമ്പിൽ തക്ക സമയത്ത് അവൻ പ്രത്യക്ഷത തരും. ഓ, എന്താണ് അപ്പച്ചനറിയാം. അവന് ബഹുമാനവും നിത്യബലവും. ഇംഗ്ലീഷിൽ പറഞ്ഞ ടു ഹിം ബി ഓണർ ആൻഡ് ഇറ്റേണൽ ഡൊമീനിയൻ. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. കൊടുക്കണം. സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, ആൽഫയും ഒമേഗയായ ദൈവം, ആദ്യം അന്ത്യമായവൻ, ദ ഇറ്റേണൽ ഗോഡ്, രാജാധി രാജാവ്, കർത്താധി കർത്താവ്, അമർത്യനായ ദൈവം, നമുക്ക് കാണാൻ വയ്യാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം. തക്ക സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടും. റൈറ്റ് ടൈം, ഓൺ ടൈം. പോരെ, ദൈവം എത്ര വലിയവനാണ്. 68 കഴിഞ്ഞ സങ്കീർത്തനം 68 എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിന് സന്തോഷമായി. ദൈവം തന്നെ എടുത്തു തന്ന വചനമാണിത്. ഇത് പണ്ടൊക്കെ സൗദി വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ട്, പക്ഷേ ഞാനിത് മറന്നുപോയി. പക്ഷെ പരിശുദ്ധാത്മ ഓർപ്പിച്ചു കൊണ്ടു തന്നു. അതായത് എല്ലാം ആവനാടിയിൽ ഇരിപ്പുണ്ട്. ഈ ഒരു വചനം മതിയോ, കുറച്ച് നാളെടുത്ത് പറ, അവൻ പ്രത്യക്ഷപ്പെടും, അവൻ പ്രത്യക്ഷപ്പെടും, പറ, അവൻ പ്രത്യക്ഷപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥൻ പ്രത്യക്ഷപ്പെടുന്നാണ് പറഞ്ഞത്. നാഥ, രാജാതി രാജ, കർത്താതി കർത്താവ്, ഓ ധന്യനായ ഏകാധിപതി, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണുകൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി പഠിച്ചുപോയി. എച്ചിൽ തിന്നുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിപ്പോയി. അത് ആദ്യത്തെ തൊട്ട് തുടങ്ങിയത്, ഇപ്പോഴൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ക്ഷമ ചോദിച്ചു. ഈ പാപത്തിൻ്റെ ബോധം ഇട്ട് തന്നതിന് സ്തോത്രം. അതാ മരണമില്ലാത്ത ദൈവമെന്ന് പറഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ ആഴം ഞങ്ങൾക്ക് ഈ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല. മരണമില്ലാത്ത നിൻ്റെ സന്നിധിയിൽ മനുഷ്യനെ നോക്കാൻ വയ്യാത്ത, കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ വയ്യാത്ത വിധത്തിലുള്ള തീജ്വാലയുടെ മുമ്പിലേക്ക് മുമ്പ് നിൽക്കുമ്പം ഞങ്ങൾ ഈ ചെറിയ ഞങ്ങളുടെ പ്രശ്നം വലുതാവുന്നതെന്നും പറഞ്ഞ് വരുമ്പം ഞങ്ങളെ തന്നെ ചെറുതായിട്ട് ഞങ്ങൾ കാണുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പ്രത്യക്ഷപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്തതിന് സ്തോത്രം. അപ്പച്ചൻ്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ ശത്രു നിൽക്കത്തില്ല. ദൈവം എഴുന്നേറ്റിരിക്കുന്നു, ശത്രുക്കൾ ചെതറിപ്പോന്നു. ഓർത്താവെ, തീയുടെ മുമ്പിൽ മെഴുകുരുകിപ്പോകുന്ന പോലെ, ഓ വെയിലത്ത് മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ, കാർമേഘം തുടച്ചു മാറ്റുന്ന പോലെ ഞങ്ങളുടെ അസംഖ്യങ്ങളായ പാപങ്ങളെ തുടച്ചു മാറ്റി നിൻ്റെ മഹാശക്തി ഇറക്കി നിൻ്റെ ദൂതഗണങ്ങളെ അയച്ചു തന്ന് ഞങ്ങൾക്ക് കാവലും കോട്ടയും നിർത്തി ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ കൈവച്ച് അനുഗ്രഹിച്ച് വഴിയോരത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ നിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് എത്ര നന്ദി. അവൻ പ്രത്യക്ഷപ്പെടും തക്ക സമയത്ത്. മഹത്വവും ബലവും അവന് കൊടുക്കുന്നു. നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങുന്നു അപ്പച്ച. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളെ ഇത്ര മഹത്തരമായിട്ട് ബലത്തിൽ ശത്രു എത്രയെല്ലാം വെച്ച് ആഞ്ഞടിച്ച് ഇല്ലാതാക്കാൻ, ഒരിടത്തൂടെ ഹരിക്കേൻ അടിക്കുന്നു, വേറൊരിടത്തൂടെ ചിതറിപ്പിക്കാൻ നോക്കുന്നു, വേറൊരിടത്തൂടെ വിശ്വാസത്തിൽ ചഞ്ചലിപ്പ് വരുന്നു. ഇവിടെയൊക്കെ നിൽക്കുമ്പോഴും പാട്ടാക്കിന് നീ ഉണ്ടല്ലോ കർത്താവേ. തക്ക സമയത്ത് അവിടുന്ന് ഉണരും. അവനെ ഉണർത്താൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിവ് തന്നതിന് സ്തോത്രം. പക്ഷെ ഉണർന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോയിരിക്കുന്നു. സകല ഭാരങ്ങളും ഈ വചനം അയക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ചെന്നുകൊണ്ടിട്ട് പല പ്രാവശ്യം ഇത് കേട്ടിട്ട് ഇത് പൂർത്തീകരിച്ചെടുത്ത് അനേക മക്കൾ സാക്ഷ്യം പറയാനിടയാക്കട്ടെ. നിൻ്റെ വചനം വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. ഭക്തന്മാരുടെ പ്രാർത്ഥന വലുത്. എന്നാൽ വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുമ്പം പോലും അവിടുന്ന് ഉത്തരം തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഉത്തരം പ്രാപിച്ചെടുക്കാൻ ഞങ്ങളുടെ കൈകളെ നീട്ടുന്നു. നാഥൻ അത് ചെയ്തതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.